Hi, hello once again, welcome back to our channel c&svlog. ഇന്ന് നമുക്ക് ഓയിൽ പേസ്റ്റൽസ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഡ്രോയിങ് ചെയ്യാം കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ടുള്ള എന്നാൽ കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഡ്രോയിങ് ആണ് കേട്ടോ ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഇതുപോലെ പെൻസിൽ വെച്ചിട്ടൊന്ന് ഔട്ട്ലൈൻ വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഗേളും പിന്നെ ആ കുട്ടിയുടെ കയ്യിലൊരു കുഞ്ഞ് ലാമ്പ് ആ ഒരു രീതിയിലാണ് നമ്മൾ വരച്ചെടുക്കുന്നത് കേട്ടോ. പിന്നെ ഇതുപോലെ നമ്മൾ ഔട്ട്ലൈൻ വരച്ചെടുക്കുമ്പോൾ വളരെ ലൈറ്റായിട്ട് തന്നെ വരച്ചെടുക്കുക കേട്ടോ. അധികം ഡാർക്കായിട്ട് ഇങ്ങനെ കുത്തി പിടിച്ച് വരച്ചു കൊടുക്കരുത്. ഇപ്പോൾ ഇതുപോലെ നമ്മൾ ആ ഔട്ട്ലൈൻ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആദ്യം ഞാൻ ഈ 5 കളറിലെ ഓയിൽ പേസ്റ്റൽസ് ആണ് എടുക്കുന്നത്. ഇത് വെച്ചിട്ടാണ് കേട്ടോ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സെറ്റാക്കി എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നൈറ്റ് വ്യൂ ആണ് വേണ്ടെങ്കിൽ നമുക്ക് ലൈറ്റ് ബ്ലൂവും ഡാർക്ക് ബ്ലൂവും പിന്നെ ബ്ലാക്ക് കളറും വെച്ചിട്ട് ചെയ്തെടുക്കാം. അതുപോലെ സൺസെറ്റ് അല്ലെങ്കിൽ ഈവനിങ് ടൈം ആ ഒരു ടൈമൊക്കെയാണ് കാണിക്കേണ്ടെങ്കിൽ നമുക്ക് യെല്ലോ കളറും ഓറഞ്ചൊക്കെ വെച്ചിട്ടൊന്ന് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കൂടുതലും യെല്ലോ, ഓറഞ്ച്, റെഡ് ഈ 3 കളേഴ്സ് വെച്ചാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് താഴേക്കായിട്ട് നമ്മൾ ഇതുപോലെ ഗ്രീൻ കളറാണ് കേട്ടോ അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഡാർക്ക് ഗ്രീനും പിന്നെ അതിൻ്റെ ഇടയിലായിട്ട് കുറച്ച് ഭാഗത്ത് മാത്രം നമ്മൾ ലൈറ്റ് ഗ്രീൻ കളർ കൂടി ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ഇതുപോലെ ഓയിൽ പേസ്റ്റൽസ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് ചെയ്യാനായിട്ടുള്ളത് ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ടിഷ്യൂ പേപ്പർ ഒന്ന് മടക്കി എടുത്തിട്ട് അത് വെച്ചാണ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നല്ല വൃത്തിയായിട്ട് തന്നെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആ പെൺകുട്ടീനെയും പിന്നെ ആ കയ്യിലിരിക്കുന്ന ആ ഒരു കുഞ്ഞ് ലാമ്പ് ഉണ്ടല്ലോ അതുകൂടി ഒന്ന് അടിപൊളിയാക്കി എടുക്കാം കേട്ടോ. ആദ്യം ഇതുപോലെ യെല്ലോ കളർ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഡ്രസ്സിൻ്റെ കളർ കൊടുക്കണമെന്ന് വെച്ചാൽ ഞാനിപ്പോൾ വയലറ്റ് കളറാണ് എടുത്തിട്ടുള്ളത്. അതും നമ്മുടെ ഒരു ഇഷ്ടമനുസരിച്ച് കൊടുക്കാം. പിന്നെ കൈയുടെ ഭാഗത്തായിട്ടും അതുപോലെ നമ്മൾ ആ ഒരു വയലറ്റ് കളർ അടിച്ചു കൊടുത്തില്ലേ അതിൻ്റെ ഒരു സൈഡിലായിട്ട് ബ്ലാക്ക് കളറാണ് അടിച്ചെടുക്കുന്നത്. പിന്നെ മുടിയിലായിട്ട് നമ്മൾ ഡാർക്ക് ബ്രൗൺ കളർ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പർ വെച്ച് തന്നെ ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ വരച്ചു കൊടുത്തേക്കുന്നത് കുറച്ച് വലിയൊരു ഇമേജ് ആണല്ലോ. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ ഉണ്ടാവില്ലേ അവിടെ ആയിട്ട് നമുക്ക് ബഡ്സ് വെച്ചിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ആ ഒരു ലാമ്പിന് കുറച്ച് ഡീറ്റെയിലിംഗ് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബ്ലാക്ക് കളറിലെ അക്രിലിക് പെയിൻ്റ് ആണ് എടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം. ലാസ്റ്റ് നമ്മൾ ആ ബ്ലാക്ക് കളർ പെയിൻറ്റ് വെച്ചിട്ട് ഇതുപോലെ ഔട്ട്ലൈൻ കൂടി ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഗ്രീൻ കളർ അടിച്ചു കൊടുത്തിട്ടില്ലേ അവിടെ ആയിട്ട് നമുക്ക് കുറച്ച് ഫ്ലവേഴ്സ് പെയിൻറ്റ് ചെയ്തോ അല്ലെങ്കിൽ വരച്ചോ കൊടുക്കാം. ഞാനിപ്പോൾ ഇത്രേ ചെയ്യണുള്ളൂ കേട്ടോ. അപ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രോയിങ് ആണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം കേട്ടോ. എന്നിട്ട് അതിലോളം എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് തന്നെ ലഭിക്കും കേട്ടോ. പിന്നെ നിങ്ങളുടെ സജഷൻസും ഫീഡ്ബാക്സും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.